SIR-ന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ആര് വിജയം നേടുമെന്നറിയാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന നിമിഷത്തിലും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ് തൃണമൂൽ കോൺഗ്രസും BJP-യും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ബംഗാളിൽ വൻ സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, സർവ്വസന്നാഹവും ഉപയോഗിച്ച് BJP-യും തൃണമൂലും കടുത്ത പോരാട്ടം നടത്തിയ ബംഗാളിൽ ആര് വിജയം നേടുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം. BJP-യും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടന്നിട്ടുള്ള ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി കേവലം ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. രാജ്യം മുഴുവൻ ഈ ജീവൻ മരണ പോരാട്ടത്തിൽ ആര് വിജയം നേടും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. കാരണം അത്രയധികം ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു ബംഗാളിന്റെ മണ്ണിൽ പ്രചാരണത്തിന്റെ സമയത്ത് BJP-യും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നടത്തിയത്. വോട്ടെടുപ്പിന് ശേഷവും വലിയ നാടകീയ സംഭവങ്ങൾ നമ്മൾ ബംഗാളിൽ നിന്ന് കണ്ടു. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഈ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമുകൾ മുൻപിൽ BJP-യും തൃണമൂൽ കോൺഗ്രസും ഒരുപോലെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുകൊണ്ട് ജനവിധി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസും, തൃണമൂലും മമതാ ബാനർജിയും സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനവിധി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് BJP-യും ആരോപിച്ചുകൊണ്ട് ഒരുപോലെ ഈ സ്ട്രോങ് റൂമുകൾക്ക് മുൻപിൽ BJP-യും തൃണമൂലും നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് ശേഷവും അതിരൂക്ഷമായിട്ടുള്ള വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളുമാണ് ബംഗാളിന്റെ മണ്ണിൽ നടന്നിട്ടുള്ളത്. അത്രയധികം രൂക്ഷമായ ശക്തമായ പോരാട്ടം നടന്നിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടന്നിട്ടുള്ള ബംഗാളിന്റെ മണ്ണിൽ ആര് വിജയം നേടും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുകയാണ്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് വലിയ ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ടുള്ള പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രത്തിനപ്പുറത്തേക്ക് ബംഗാളിന്റെ പൊതുയിടങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലുമെല്ലാം തന്നെ, കാരണം വോട്ടെടുപ്പിന്റെ സമയത്തും മുൻപ് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയത്തും എല്ലാം തന്നെ കനത്ത സംഘർഷം പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ടുള്ള കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. ഒപ്പം രാഷ്ട്രീയ ചിത്രം കൂടി ഒന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ, അതും BJP നടത്തിയ ഒരു അത്ഭുതമായിരുന്നു. മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ കേവലം 4 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ നേടിക്കൊണ്ടാണ് ബംഗാളിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയത്. ആ BJP ഇത്തവണ തൃണമൂൽ കോട്ടകൾ പിടിച്ചെടുത്തുകൊണ്ട് ബംഗാളിൽ ഭരണം പിടിക്കാനുള്ള വലിയ പദ്ധതിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ BJP-ക്കൊപ്പം നിന്ന വടക്കൻ ബംഗാൾ മേഖല, അതോടൊപ്പം തന്നെ തൃണമൂലിനൊപ്പം നിൽക്കുന്ന ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ കൂടി പിടിച്ചെടുത്തുകൊണ്ട് സംസ്ഥാനത്ത് 170 മുകളിലേക്ക് മണ്ഡലങ്ങൾ നേടിക്കൊണ്ട് 294 അംഗ ബംഗാൾ നിയമസഭയിൽ ഭരണം പിടിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഇത്തവണ പ്രചാരണത്തിനിറങ്ങിയത്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് പോളിംഗ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 93% മുകളിലും രണ്ടാം ഘട്ടത്തിൽ 92% മുകളിലുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ആ ഉയർന്ന പോളിംഗ് BJP-ക്ക് ഒരു മാറ്റത്തിന് അനുകൂലമാകുമോ, അതല്ലെങ്കിൽ മമതാ ബാനർജിക്കൊപ്പം ബംഗാൾ അടിയുറച്ചു തന്നെ നിൽക്കുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും സംബന്ധിച്ച് അവരുടെ ഒരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇത്തവണ നടത്തിയിട്ടുള്ളത്. കാരണം ബംഗാളിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോഴറിയാം, അവിടെ ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ മുൻപോട്ടേക്ക് ഒരു തിരിച്ചുവരവ് അത്രയധികം കഠിനമുള്ളതായിരിക്കും. കാരണം നേരത്തെ വർഷങ്ങൾ നീണ്ട ഭരണത്തിനൊടുവിൽ 2011 ഭരണം നഷ്ടപ്പെട്ട ഇടതു പാർട്ടിക്ക് CPM-ന് ഇപ്പോൾ നിലവിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ബംഗാളിലുള്ളത്. അതുകൊണ്ട് ആ ചരിത്രം, ആ സാഹചര്യം വളരെ കൃത്യമായി തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും മനസ്സിലാക്കിയിട്ടുണ്ട്. തോൽവി സമ്മതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാജയം നേരിട്ടാൽ പിന്നീട് ബംഗാളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെ നിലനിൽപ്പിനു വേണ്ടി അതിശക്തമായ പോരാട്ടം മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിൽ എടുത്തു പറഞ്ഞത്, ജീവൻ മരണ പോരാട്ടം BJP-യും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നടത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 200 മുകളിൽ ഡബിൾ സെഞ്ചുറി അടിച്ച് ഭരണത്തിലേറിയിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജിക്ക് തുടരാൻ സാധിക്കുമോ, അതല്ല അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ബംഗാളിന്റെ മണ്ണിൽ ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണം പിടിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. സുരക്ഷാ ക്രമീകരണങ്ങളും അത്രയധികം ശക്തമാണ്.